അടുത്ത വർഷം ഞാൻ പ്രായപൂർത്തിയാകും. ഇനി എന്താണ് ചെയ്യുക ടീച്ചറെ? 7ാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് ടീച്ചർ നൽകിയ സഹായം എന്താണെന്നറിയാം? ബാത്റൂം. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും, ബാത്റൂം ആണോ ടീച്ചർ സഹായമായി കണ്ടുപിടി നൽകിയത് എന്നുള്ളത്. കഥ ഇങ്ങനെയാണ്. ടീച്ചറെ ക്ലാസ് റൂമിൽ നിന്ന് കണ്ട് എല്ലാവരോടും ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞു. എന്താണ് അവരുടെ ആഗ്രഹം എന്നുള്ളതിനെ കുറിച്ച് കണ്ടേ. അതിലെ സ്നേഹ എന്ന് പറയുന്ന ആ മോൾ അവിടെ എഴുതിയത്, ഞാൻ അടുത്ത വർഷം പ്രായപൂർത്തിയാവും, എനിക്ക് കുളിക്കാന് ബാത്റൂമില്ല, വീടാണെന്നുണ്ടെങ്കിലോ മഴ പെയ്താല് ചോർന്നൊലിക്കുന്ന വീടാണ്, ഞാൻ പുറത്തുനിന്നാണ് കുളിക്കുന്ന ഒരു സമയത്ത് അതിൽ പോകുന്ന ആണുങ്ങളെല്ലാവരും എന്നെ ഇവിടെ നോക്കും. ആ സമയത്ത് ഞാൻ തുണികൾ എന്തെങ്കിലും എടുത്ത് അടച്ചു വെക്കാറാണ്. പക്ഷെ ഇനി അത് നടക്കില്ലല്ലോ, കാരണം അടുത്ത വർഷം പ്രായപൂർത്തിയാവുകയാണ് അവൾക്ക്. അപ്പം എനിക്കൊരു ബാത്റൂമാണ് വേണ്ടത് എന്നുള്ള അവളുടെ ആ ഒരു കുറിപ്പുണ്ടല്ലോ. ശാലിനി ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരു അമ്മ ടീച്ചർക്ക് കുറിപ്പോടെ വായിച്ചപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ടീച്ചർ മനസ്സിൽ അതൊരു വള്ളം തളം കെട്ടി നിൽക്കുന്നത് പോലെ അത് മനസ്സിലോടെ കിടന്നു. നാട്ടുകാരോടും കൂടെയുള്ള സുഹൃത്തുക്കളോടും എല്ലാവരോടും ടീച്ചർ കാര്യം പോയിക്കാണ് ഇവിടെ പറഞ്ഞ് എല്ലായിടത്തും പൈസ പിരിപ്പിച്ച് കണ്ടേ സ്നേഹമോൾക്ക് എന്ത് ചെയ്തേ ഒരു നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു ബാത്റൂം ടീച്ചറോട് സമ്മാനിക്കാൻ അവിടെ നൽകി. ഇതാണ് പറഞ്ഞത് ടീച്ചർ നൽകിയ ഒരു സമ്മാനം ബാത്റൂമാണ് എന്നുള്ളത്. അവളുടെ ആ ഒരു ആഗ്രഹം ഒരു പേപ്പറിൽ അവൾ എഴുതിയപ്പോഴേ അവൾ ഒരിക്കലും വിചാരിച്ച് കാണൂല, ഞാൻ ഈ എഴുതുന്നത് എന്റെ ജീവിതത്തിൽ ഇത് നിറവേറും, ടീച്ചർ അത് സാധിപ്പിച്ചു തരുമെന്ന് അവൾ ഒരിക്കൽ പോലും അവളോടെ വിചാരിച്ച് അവിടെ കാണൂല. പക്ഷെ അവളുടെ വാക്കുകളെ ടീച്ചർ അങ്ങോട്ട് ഏറ്റെടുത്തു. ഇതാണ് ടീച്ചർ എന്ന് പറയുന്നത്. അഥവാ കുട്ടികൾക്ക് എന്ത് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും തന്റെ അധ്യാപകരോട് തുറന്നു പറയാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രീഡം, ആ ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് അധ്യാപകർ നൽകുമ്പോഴാണ് മക്കൾക്കും അധ്യാപകരോട് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും എല്ലാം അവിടെ ഉണ്ടാവരെ. ഒരു പക്ഷെ ആ കുട്ടി അങ്ങനെ അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവള് പേടിയോട് കൂടിയിട്ടായിരിക്കൂലേ അവൾ ആ പബ്ലിക്കിൽ നിന്നാണ്ട് അവളവിടെ കുളിക്കല്. ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ അത്രയും ദുഷിച്ച ഒരു കാലാണ്. കാരണം അവൾക്ക് പേടിയുണ്ടാകും. ഞാനൊരു പെണ്ണായത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു അടച്ചുറപ്പില്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നെ കാണുന്ന ആണുങ്ങളെ ഏത് കണ്ണേറ്റായിരിക്കും കാണുക എന്നുള്ള ആ ഒരു പേടി അവൾക്ക് ഉള്ളത് കാരണം കൊണ്ടാണ് അവൾക്ക് ആ ഒരു സമയത്ത് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് അവൾക്ക് അവിടെ മനസ്സോടെ വന്നത്. ആ ഒരു എഴുതിയത് കാരണം കൊണ്ട് അവൾക്ക് ഒരു അടച്ചുറപ്പുള്ള ബാത്റൂമും കിട്ടി. അവളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി. അവളും അവളുടെ വീട്ടുകാരും എല്ലാവരും. എന്തായാലും സ്നേഹം അവളുടെ ഒരു മനസ്സ് കണ്ട അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ശാലിനി ടീച്ചർക്ക് ഒരു ബിഗ് സല്യൂട്ട്.